ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BASLP എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ബാച്ചുലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. എന്താണ് ഈ കോഴ്സ്? ഈ കോഴ്സ് എത്ര വർഷം പഠിക്കേണ്ട ഒരു കോഴ്സാണ്? ആർക്കൊക്കെയാണ് ഈ കോഴ്സ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്? സിലബസ് എന്താണ്? ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് ലെവലിൽ ഏതെല്ലാം മേഖലയിലോട്ട് നമുക്ക് പോകാൻ പറ്റും? ഈ കോഴ്സ് നിലവിൽ കേരളത്തിൽ എത്ര കോളേജുകളിലുണ്ട്, എത്ര സീറ്റുകളുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, ഏതെങ്കിലും രീതിയിലുള്ള എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളോ എഴുതണോ എന്നിങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. എന്താണ് BASLP? BASLP എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. ഇതൊരു 3 years ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സും പ്ലസ് 1 year ഡ്യൂറേഷനിൽ ഇന്റേൺഷിപ്പും, അങ്ങനെ ടോട്ടൽ 4 years ആണ് ഈ കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത്. 4 yearsൽ മെയിൻലി നമുക്ക് പഠിക്കാണ്ടാവുന്നത് ഓഡിയോളജിനെ കുറിച്ചിട്ടും സ്പീച്ച് തെറാപ്പിനെ കുറിച്ചിട്ടും സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഈ 2 ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുമാണ് ഈ 3 വർഷം പഠിക്കാണ്ടിരിക്കുക. ഈ 3 വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 year നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് ട്രീറ്റ്മെന്റ്, അതായത് 1 year ഇന്റേൺഷിപ്പ്, അത് നമ്മുടെ പ്രൊഫസേഴ്സിന്റെ സൂപ്പർവിഷനോട് കൂടി ചെയ്യുന്നതാണ് 1 year ഇന്റേൺഷിപ്പ്. അങ്ങനെ ടോട്ടൽ 4 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന കോഴ്സ്. പ്ലസ് ടുവിൽ ഇപ്പം നിലവിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ LBS വഴിയാണ് കേരളത്തിലുള്ള കോളേജസിൽ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ ടോട്ടൽ 157 സീറ്റുകൾ മാത്രമേ BASLPക്കുള്ളൂ. കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 157 സീറ്റുകളിലോട്ടും നമുക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് LBS കണ്ടക്ട് ചെയ്യുന്ന അവരുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയാണ്. പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വഴി നമ്മുടെ മാർക്കിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ LBS വഴി ഈ ഒരു കോഴ്സിന് കേരളത്തിൽ സീറ്റ് കിട്ടുന്ന കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 300 ഒരു 295, അതായത് 95 എബോവ് പെർസെൻറ്റേജ്, 97 98 എബോവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കാണ് പൊതുവെ BASLP എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാറ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ BASLP എന്ന് പറയുന്ന കോഴ്സ് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്. പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളെ അല്ലെങ്കിൽ മറ്റുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളെ പോലെയുള്ള കോഴ്സല്ല BASLP എന്ന് പറയുന്നത്. പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സ്. നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസ് തന്നെ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കോഴ്സ്, 2 എന്ന് പറയുന്നത് സാച്ചുറേറ്റിംഗ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ലെവൽ ഓഫ് കോഴ്സസ്, 3 എന്ന് പറയുന്നത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ MBBS എന്ന് പറയുന്ന ഡിഗ്രി. MBBS എന്ന് പറയുന്ന ഡിഗ്രി പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റുഡൻറ്റ് നീറ്റ് എക്സാം എഴുതിയിട്ട് MBBSന് ജോയിൻ ചെയ്യും. അപ്പോൾ MBBS കഴിഞ്ഞതിന് ശേഷം അവർ നല്ല ഡോക്ടർമാരാണോ നമ്മുടെ സമൂഹത്തിൽ? അല്ല. അവർ ഡേ ടു ഡേ ലൈഫിൽ അവരെന്ത് ചെയ്യും? എക്സ്പീരിയൻസും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരുടെ നോളജൊക്കെ ഡെവലപ്പ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ മാസ്റ്റേഴ്സ് PG പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ട് നല്ല ഡോക്ടേഴ്സ് ആവും. അതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇതിനാണ് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഴ്സുകളൊക്കെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി പോലുള്ള കോഴ്സുകൾ. ഇതേപോലെ നീറ്റ് എക്സാം ഇല്ലാതെ പാരാമെഡിക്കൽ സെക്ടറിൽ ഇതേപോലെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന, അതായത് ഒരാൾ അണ്ടറിൽ ജോലി ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കരിയറുകളേ ഉള്ളൂ. അതിൽ വരുന്ന കരിയറുകളാണ് ഒന്ന് ഫിസിയോതെറാപ്പി, 2 BASLP, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സസ്. ഇതിൽ വരുന്ന പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. നമ്മൾ ഈ 3 വർഷത്തെ കോഴ്സും അത് കഴിഞ്ഞതിന് ശേഷം 1 year ഇന്റേൺഷിപ്പും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഓഡിയോളജിസ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പീച്ച് തെറാപ്പിസ്റ്റോ ആവണം എന്നില്ല. നമുക്ക് 2 രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾവി ശക്തി, ചില കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് ആയിക്കോട്ടെ, കേൾവിയുടെ ശക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ നമ്മളൊരു ഓഡിയോളജിസ്റ്റിനെയാണ് കാണിക്കുക. ആ ഓഡിയോളജിസ്റ്റാണ് നമ്മൾ കേൾവി ശക്തി പരിശോധിച്ചിട്ട് അതിന് വേണ്ട ഇയറിംഗ് എയ്ഡുകളും അതിന് വേണ്ട തെറാപ്പികളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. മെഡിസിൻസും ഉണ്ടാവില്ല, അതുപോലെ തന്നെ സർജറി ഉണ്ടാവില്ല. അതല്ലാതെ തെറാപ്പിയിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് വിക്ക് ഉണ്ടാവും.
അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക, ഇതിനാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഓഡിയോളജിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ടും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്ന കോഴ്സ്. നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇൻഡിവിജ്വലിന് തീരുമാനിക്കാം, ഒന്നെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഓഡിയോളജി ആണെന്നുണ്ടെങ്കിൽ ഓഡിയോളജി മേഖലയിലോട്ടും, അയാൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പീച്ച് മേഖലയിലോട്ടും പോകാൻ പറ്റും. ഇനി ഇത് രണ്ടുമല്ല, ഇയാൾക്ക് രണ്ടും കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആൻഡ് ഓഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കും തോറും നമുക്ക് അവസരങ്ങളും സാധ്യതകളും കൂടി വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് BASLP എന്ന് പറയുന്നത്. 100% ജോബ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന, ലോകത്ത് എവിടെ പോയാലും, ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും വാക്കൻസീസ് ഉള്ള, നല്ല റെന്യൂമറേഷൻ, നല്ല സാലറി, +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നല്ല സാലറി കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ്, ഈ BASLP എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിലോട്ട് വരുന്ന കുട്ടികൾക്ക് കുറച്ച് സ്കിൽ സെറ്റുകൾ വേണം, നല്ല ക്ഷമ വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മുടെ മുന്നിലോട്ട് വരുന്ന പേഷ്യൻസിനെ ചികിത്സ ചെയ്തിട്ട് നമുക്ക് ആ ചികിത്സ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പ്രോസസ്സ് എടുക്കും, കുറച്ച് ടൈം ഡ്യൂറേഷൻ എടുക്കും. അപ്പോൾ ആ ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ക്ഷമ വേണം. അപ്പോൾ ചില പേഷ്യൻസിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലോണം ടൈം എടുക്കും. അപ്പോൾ അത്രയും പേഷ്യൻസ് വേണം. പിന്നെ സിമ്പതറ്റിക് ആവരുത്, നമ്മൾ നല്ല എമ്പതറ്റിക് ആയിട്ട് പെരുമാറാൻ അറിയണം. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ പോലെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാർക്കാണ് ഈ കോഴ്സ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു മേഖലയിലെ സ്കോപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ലോകത്തെവിടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോകത്തെവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി വർക്ക് ചെയ്യാം. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സെൻറ്ററുകൾ വരുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിലും ഒരുപാട് സെൻറ്ററുകൾ വരും. കാരണം വളരെ കുറച്ച് കുട്ടികളെ ഈ ഒരു കരിയറിലോട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും സ്പീച്ച് തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിനിക്കുകളിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ, നമുക്ക് ഇൻഡസ്ട്രികൾ ഉണ്ടാവും, വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനികളും വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ എന്ത് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്പീച്ച് അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ് ഒക്കെ ആയിട്ട് കയറാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിലോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാസ്റ്റേഴ്സ് ലെവലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MASLP, മാസ്റ്റേഴ്സ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഇതൊരു 2 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ ഓഡിയോളജി അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും MASLP ചില യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് മാസ്റ്റേഴ്സ് ഇൻ ഓഡിയോളജി അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഈ 2 കോഴ്സുകളായിട്ടാണ്. ഇതിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇതിൻ്റെ മേഖലയിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ മാസ്റ്റേഴ്സും ചെയ്യാം. പിന്നീട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ PhD ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇത് അക്കാഡമിക്കലി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ട്യൂറ്ററായിട്ട് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 100% ജോലി കിട്ടുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിൽ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് BASLP എന്ന് പറയുന്ന കോഴ്സ്. മെയിനായിട്ട് BASLPയുടെ സിലബസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ മെയിൻലി നമുക്ക് പഠിക്കേണ്ടവ അനാട്ടമി, ഫിസിയോളജി, പാത്തോളജി, സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സിസ്റ്റംസിനെ കുറിച്ചിട്ട്, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് പോലുള്ള സബ്ജക്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നോക്കുക. വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് ഈ കോഴ്സിന് വരുന്നത്. ഇത് ടഫ് ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമുക്ക് ഇതിനോടൊരു താല്പര്യം വേണം. ഇങ്ങനത്തെ പേഷ്യൻസിനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ രസകരമായ രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് BASLP എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബേസും ഇല്ലാതെ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഇല്ലാതെ ഈ ഒരു മേഖലയിലോട്ട് വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് BASLP എന്ന് പറയുന്ന കോഴ്സിന് ഏതെല്ലാം കോളേജുകളാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 കോളേജുകളിലായിട്ട് 157 സീറ്റ് മാത്രമേ BASLP എന്ന് പറയുന്ന കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ.
അപ്പോൾ +2 ലെവലിൽ നല്ല മാർക്ക് വേണം ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ. അപ്പോൾ കുറച്ച് റയർ ആയിട്ടുള്ള കോഴ്സാണ് +2. ഈ ഒരു കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകത ഇതാണ്, +2 സയൻസ് ബയോളജി സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമല്ല. കേരളത്തിൽ LBS ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി പോലുള്ള ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിക്കണം. അതല്ലാതെ വേറെ ഏതെങ്കിലും സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ചാലും നമുക്ക് ഈ കോഴ്സിലോട്ട് കേരളത്തിൽ LBS വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. +2 മിനിമം ഒരു 55-60%, ആവറേജ് ഒരു 55-60% മാർക്കുള്ള ഏതൊരു കുട്ടിക്കും BA SLP എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഈ കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ BA SLP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ആയിഷ് എന്ന് പറയും, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, മൈസൂർ. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന അവരുടെ എൻട്രൻസ് എക്സാം വഴിയാണ് അവിടെ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊച്ചി അമൃതയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. SRM ചെന്നൈ, JSS, മണിപ്പാൽ, ഫാദർ മുള്ളർ, AJ മെഡിക്കൽ കോളേജ്, ഇതുപോലെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ കേരളത്തിന് പുറത്തുള്ള കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് കോളേജുകളിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ തന്നെ മറ്റുള്ള പാരാമെഡിക്കൽ, നഴ്സിംഗ്, അതുപോലെ തന്നെ മറ്റുള്ള അലൈഡ് കോഴ്സുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോഴ്സ് വളരെയധികം കുറവാണ്. കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവലുള്ള കോളേജ് ആയിരിക്കണം. അതുപോലെ തന്നെ RCI, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അത് മെയിനാണ്. കാരണം അവരുടെ സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ BA SLP, MA SLP പോലുള്ള കോഴ്സുകൾ ഏതെല്ലാം കോളേജുകൾക്കാണ് അവർ അപ്രൂവൽ കൊടുത്തിട്ടുള്ളതെന്ന് കാണും. അതെല്ലാ വർഷവും അവർ പുറത്തിറക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് നോക്കിയാൽ മതി. അതിലുണ്ടായിരിക്കണം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. RCയുടെ അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും ആ കോളേജിന്. അതുപോലെ തന്നെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരിക്കലും വിട്ടു പോകരുത്. കാരണം മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പോലെ അല്ല. കാരണം മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇപ്പോൾ BSc നഴ്സിംഗ്, MLT, റേഡിയോളജി പോലുള്ള കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോളേജുകളിൽ പ്രൈവറ്റിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള കോഴ്സാണ്, വളരെ കുറഞ്ഞ കുട്ടികളെ പഠിക്കുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള സ്കോപ്പും ഉണ്ട്, അതിനനുസരിച്ചുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് BA SLP എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ ബന്ധപ്പെടും. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ +2 ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, കേരളത്തിന് പുറത്ത് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്മിഷൻ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി.